എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഴക്കൂമ്പും ചെറുപയറും ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാടൻ തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ചെറുപയറൊന്ന് വേവിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് 6 ടേബിൾ സ്പൂൺ ചെറുപയർ 4-5 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരുപാട് കുഴഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിലടിച്ചാലും മതിയാവും. ചെറുപയറിന് പകരമായിട്ട് വൻപയർ എടുത്താലും മതി. ഇനി നമുക്ക് വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഇവിടെ ഏകദേശം 250 ഗ്രാം വരുന്ന ഏത്തവാഴയുടെ ഒരു വാഴക്കൂമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡാർക്ക് കളറുള്ള ഇതളുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 5-6 അല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് വഴറ്റി ഉള്ളിയുടെ കളർ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. വാഴക്കൂമ്പ് ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ചെറുപയറിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്തിട്ട് കുറവുള്ളത് പിന്നീട് ചേർത്താലും മതി. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. വാഴക്കൂമ്പൊന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 8 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ അല്ലികളാണെങ്കിൽ 4 എണ്ണം മതിയാവും. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ആയതുകൊണ്ട് ഒരു 15 ചെറിയ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. സാധാ പച്ചമുളകാണെങ്കിൽ 3 എണ്ണം ചേർത്താൽ മതിയാവും. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് കറക്കി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ വാഴക്കൂമ്പ് വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ വാഴക്കൂമ്പെല്ലാം ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയറിന് പകരമായിട്ട് വൻപയർ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ പരിപ്പ് വേവിച്ച് ചേർത്തും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചെറുപയർ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് തേങ്ങ ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്ത ശേഷം തേങ്ങ ഒന്ന് വെന്ത് കിട്ടാനായി 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ചേർക്കണമെന്ന നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.